ഹലോ, ഈ പഴക്കട കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എൻ്റെ ഫ്രിഡ്ജിൽ പുട്ടിൻ്റെ മാവ് കുഴച്ചതിരിപ്പുണ്ടല്ലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടുന്ന് പഴവും വാങ്ങിച്ച് ഈ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്തിരിക്കണം, വേറെ ഒന്നിനുമല്ല, പാനിപ്പൂരി കഴിക്കാൻ പോകാനാണ്. എന്താ പറയുക, ഇന്നിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒന്ന് പാനിപ്പൂരി കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് വരുത്തി ഈ പാനിപ്പൂരി കഴിക്കാൻ വന്നത്. സാധാരണ ഒരു പ്ലേറ്റാണ് ഞങ്ങൾ കഴിക്കാറ്. ഇന്നിപ്പോൾ 2 പ്ലേറ്റ് വാങ്ങിച്ച് കഴിച്ച് അതിൻ്റെ സന്തോഷവും എൻ്റെ മുഖത്തും പുള്ളിക്കാരൻ്റെ മുഖത്തും ഉണ്ട്. പിന്നെ നേരെ വീട്ടിൽ വന്ന് എൻ്റെ ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങൾ, അതായത് ദോശമാവ്, പുട്ടിൻ്റെ പൊടി കുഴച്ചത്, പിന്നെ മീൻ വറുക്കാനുള്ള മീനിന് വറുക്കാൻ പുരട്ടി വെച്ചത്, അതെല്ലാം എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. എൻ്റെ കെട്ടിയവന് ഓഫീസിൽ കുറച്ച് ജോലികൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് പുള്ളിക്കാരൻ അടുക്കളയിലോട്ട് വരുന്നില്ല. പാത്രം നീ തന്നെ കഴുകി വെച്ചോ എന്ന് പറഞ്ഞു. പിന്നെ പാത്രം എല്ലാം കഴുകി വെച്ച് മീൻ വറുക്കാൻ പോയി. ഈ മീൻ വറുക്കണം എന്താണെന്ന് വെച്ചാൽ രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വാങ്ങിച്ച മീൻ അത്ര ഫ്രഷ് അല്ലാത്തതുകൊണ്ട് അത് അധികം ഫ്രിഡ്ജിൽ വെച്ച് ഇരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഓക്കെ എന്നാൽ ഡിന്നറിന് അങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ എന്താ പറയുക, മീൻ എപ്പോഴും പൊടിഞ്ഞു പോകണതുകൊണ്ട് ആൾ സഹായിക്കാൻ വന്നതാണ്. ആളത് പൊടിച്ച് ഒരുമാതിരി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്താ പറയുക, ഇന്നിപ്പോൾ പല വിഭവങ്ങളാണ്. ബിജുവിന് ദോശ, ചമ്മന്തിപ്പൊടി, പഴം, മീൻ വറുത്തത്. എനിക്ക് പുട്ട്, മീൻ വറുത്തത്, മീൻ കറി, പിന്നെ പഴം. നിങ്ങൾ വിചാരിക്കും കുറച്ച് ഓവറല്ലേ എന്നൊക്കെ വിചാരിക്കും. വല്ലപ്പോഴൊക്കെ ഓവറാവണം നല്ലതാണല്ലോ. അപ്പോൾ ശരി, ബായ്.